ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഹൃദയസ്പർശിയായ എത്ര ജീവിത കഥകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടറിഞ്ഞു. ഒരുപാട് പേരെ സഹായിക്കാനും കൂടെ കൂട്ടാനും പിന്തുണയ്ക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു. അത്തരം ആളുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമ്മൾ അറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. വീൽ ചെയറിലുള്ള ഇരു കാലുകളും നഷ്ടമായ അശ്വതി ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു രാഹുൽ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് നിമിഷങ്ങൾക്കകം ഷെയർ ചെയ്തത് നിരവധി പേരാണ്. പക്ഷെ മണിക്കൂറുകൾ വേണ്ടി വന്നു അത് AI ജനറേറ്റഡ് പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ. ഒറിജിനലിനെ വെല്ലുന്ന ഇത്തരം ചിത്രങ്ങളും വീഡിയോകളെയും നമ്മൾ എത്രത്തോളം ഭയക്കണം? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം പേസ്ടെക് IT സ്ഥാപനത്തിന്റെ CEO ആയ ഗീതു ശിവകുമാർ ചേരുകയാണ്. ഗീതു, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. കഴിഞ്ഞ ദിവസത്തെ ആ കഥ വായിച്ചു കാണുമല്ലോ. ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു രാഹുലിനെ അഭിനന്ദിച്ചുകൊണ്ട്. ഇത്തരത്തിൽ വീൽ ചെയറിലായ അശ്വതി ചേച്ചിയെ കണ്ടുപിടിച്ച് രാഹുൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ കണ്ണീരിൽ കുതിർന്ന കുറിപ്പ് വായിച്ച് ഷെയർ ചെയ്തത് ഒരുപാട് പേരാണ്. തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് AI ഏതാണ് ഒറിജിനൽ എന്ന്. അതെ, വളരെ ശരിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും റീൽസ് നോക്കിക്കഴിഞ്ഞാല് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട് നമുക്കിപ്പോ AI ജനറേറ്റഡ് ആയിട്ട് വരുന്നത്. അതിൽ ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഇപ്പൊ ഒരു വോയിസ് ആണെങ്കിൽ ഒരു റോബോട്ടിക് വോയിസ് ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്സ് ഒരു കാർട്ടൂണിഷ് ആയിട്ട് തോന്നുന്നതായിരുന്നു ആദ്യമൊക്കെ ജനറേറ്റ് ആവുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് അഡ്വാൻസ്ഡ് ആയി കുറെ കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ട് ഇത് ആനിമേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഒറിജിനൽ ആണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ AI അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു സീരിയസ് പ്രോബ്ലം ആണ്. നമ്മളിപ്പോ കുറെ കാര്യങ്ങള് ഇപ്പൊ ട്രംപിന്റെ മോഡിയുടെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്. അതൊക്കെ അവർ ശരിക്കും പറഞ്ഞതാണോ അല്ലയോ എന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സിനാരിയോയിലോട്ട് ഇത് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്റ്റോറി വരുമ്പോഴത്തേക്ക് ആൾക്കാർ നാച്ചുറലി ഷെയർ ചെയ്തത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് AI ജനറേറ്റഡ് കണ്ടന്റ് കാരണം അതിന്റെ ഒരു റിയാലിറ്റി ഏതാണ് ഒത്തന്റിക് ഏതാണ് അല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇവോൾവ് ആയി വരുന്നുണ്ട്. അതെ ഗീതു, അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പേരുടെ ഒപ്പം നിന്നു. നമുക്ക് അവരെ സഹായിക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായി പറ്റില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരൊറ്റ പോസ്റ്റിലൂടെയൊക്കെ ജീവിതം മാറിയ ആളുകളുണ്ട്. നമുക്ക് അവർക്കൊപ്പം അവരുടെ കൂടെ നിൽക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു വെല്ലുവിളിയായി വരുന്നില്ല ഇത്തരം കഥകൾ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം. പലതും ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നാൽ അത് AI ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുകയല്ലേ കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി ആണ്. ഇപ്പൊ ആദ്യമൊക്കെ നമുക്ക് AI ജനറേറ്റഡ് കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഐഡന്റിഫൈ ആയിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പോസ്റ്റ് ആയിരുന്നാൽ തന്നെയും ടെക്സ്റ്റ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ChatGPT ജെമിനി ജനറേറ്റ് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആ പാറ്റേൺ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ് എഴുതുന്നത് പോലെ തന്നെ നമുക്ക് എഴുതി തരും. അല്ലെ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം എത്രയോ ഇതുപോലെ ഓപ്പറേഷൻസ്, സർജറീസ് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയിട്ട് കളക്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് സേവ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ കണ്ടന്റ് വരുമ്പോ അതിന് ഒരു ഒതന്റിസിറ്റി പ്രശ്നം ഡെഫിനറ്റ്ലി ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, നമ്മൾ ആക്ച്വലി 2 ഫോട്ടോസും കൂടെ എടുത്തിട്ട് AI ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ കൂടെ നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ ജനറേറ്റ് ആയി വരും. അപ്പോൾ അതിനകത്ത് ആൾക്കാർക്ക്, അതായത് എല്ലാത്തിനും 2 സൈഡ് ഉണ്ടല്ലോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫണ്ണായിട്ടും ക്രിയേറ്റീവ് കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഡെഫിനറ്റ്ലി അത് നമ്മൾ വർത്ത് ഡിസ്കസിങ് ആണ്. കാരണം അത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനും AI അത്രമാത്രം പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അതെ, ഈ ഫോട്ടോസ് താങ്കൾ പറഞ്ഞ പോലെ ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും ഉണ്ട്. അത് ചില യുക്തിക്ക് നിരക്കാത്ത വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ സിംഹത്തെ ഇപ്പൊ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ ഫോണിലേക്ക് വന്നൊരു വീഡിയോ, സിംഹത്തെ ഒരു കൂട്ടിലടച്ച ഒരു പെൺകുട്ടി വീടിന് പുറത്ത് വളർത്തുകയാണ്, ഇവൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിരുന്നു. ആ സിംഹത്തെ കെട്ടഴിച്ചുകൊണ്ട് പോകുന്നു, പുറത്ത് കെട്ടിയിടുന്നു, തണ്ണിമത്തം കൊടുക്കുന്നു. അങ്ങനെയുള്ള നമുക്ക് ഇത് AI ആണ് അല്ലെങ്കിൽ ഇത് യഥാർത്ഥമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന, പക്ഷെ ഇതൊന്നും അല്ലാതെ ഒരു വാട്ടർമാർക്ക് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരാളുടെ ഫേസ് കണ്ടാൽ ഇത് AI ജനറേറ്റഡ് ആണ് എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് സാധാരണ മനുഷ്യന് മനസ്സിലാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഗീതു? ഇതിനകത്ത് കുറച്ചൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ചില സോഷ്യൽ മീഡിയയിൽ അവരിപ്പം ട്രൈ ചെയ്യുന്നുണ്ട് AI ജനറേറ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബല് കൊണ്ടുവരാനായിട്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി കോഡ് ചെയ്താലേ പറ്റും നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ ഇത് കാണുന്ന സമയത്ത് അത്ര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ AI ജനറേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പം ഒരു സ്കിൽഡ് ആയിട്ടുള്ള, ഈ പ്രശ്നം ആക്ച്വലി നേരത്തെ ഉണ്ട്. ഇപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷോപ്പ് എക്സ്പേർട്ടിന് എന്ത് ഫോട്ടോയും എഡിറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ നേരത്തെയും പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ അത്രയും സ്കില്ലില്ലാതെ തന്നെ ഏത് മനുഷ്യനും ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിനാരിയോയിലോട്ട് വന്നപ്പോഴാണ് ഇതിന്റെ ഒരു
പ്രശ്നം വരുന്നത്. ഇപ്പം പണ്ട് എത്രയോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പൊ പെൺകുട്ടികളുടെ മോർഫ്ഡ് വീഡിയോസ് വരുന്നു, അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വരുമ്പം അതിന്റെ ഒരു ത്രെറ്റ് കൂടുതലാണ്. കാരണം ആർക്കും വലിയ സ്കില്ലൊന്നും ഇല്ലെങ്കിലും ഇത് ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു എന്താണ് എല്ലാവരുടെയും കയ്യിലോട്ട് ഒരു ആയുധം കൊടുക്കുന്നത് പോലെ ആവുന്നുണ്ട് ഇത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. ഈ AI തമാശകൾ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും കേൾക്കുന്ന ഒരു തമാശ, ഈ ആരുടെയെങ്കിലും ഒക്കെ കൂടെയുള്ള ഫോട്ടോസൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് അത് AI ആണ് എന്ന് പറഞ്ഞ് അമ്മമാരെയും അച്ഛനെയും ഒക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയൊക്കെ കളിപ്പിക്കുന്ന അത്തരത്തിൽ AI എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് അവിടെ തീരുന്നു, പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് ഗീതു, അത് വരുന്നത് പിന്നീട് ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഈ AI-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഇങ്ങനെ ഉയർന്നു വരുന്നതിൻ്റെ അല്ലെങ്കിൽ കുതിച്ചു പായുന്നതിൻ്റെ ഒരു ഫലമായിട്ട് വരുമോ പിന്നീട്? അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വേൾഡിലെ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ സൈബർ ലോയിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഇപ്പൊ ഇതൊക്കെ വരുന്നതിന് മുന്നേയും ഇപ്പൊ നമുക്കൊരു സൈബർ ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. ഇപ്പൊ ഈ നമ്മുടെ ഗൂഗിൾ പേയിൽ കൂടെയുള്ള തട്ടിപ്പ് നമ്മൾ എത്രയോ എണ്ണം കേൾക്കുന്നു അല്ലെ. പൈസ മേടിച്ചു, മറ്റേ OTP പറഞ്ഞു കൊടുത്തിട്ട് ഇത് പോയി. പക്ഷെ അതിനെല്ലാം ഇപ്പൊ നമ്മൾ ലീഗലി അതിന്റെ അഗേൻസ്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IPC-യിലുള്ള ലോസ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് സാധാരണ നമ്മുടെ അടുത്ത് വന്ന് ഒരാൾ പൈസ തട്ടിക്കൊണ്ട് പോയാൽ എന്താണ് നിയമം, അതേ നിയമം തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓൺലൈനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിൽ നിയമങ്ങളില്ല. അത് ഓൾറെഡി സൈബർ ഒരു ഏരിയ, ഒരു പ്രോബ്ലമാറ്റിക് ഏരിയ ആണ് ഇന്ത്യയിൽ. ഇപ്പൊ നമുക്ക് ഒരാൾക്കെതിരെ ഒരു സൈബർ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻസിന് നിയമങ്ങളില്ല. ആ ഒരു സിനാരിയോ നിലവിൽ ഇരിക്കുകയാണ് നമുക്കിപ്പോ AI ജനറേറ്റഡ് കണ്ടന്റിന്റെ ഒരു പ്രശ്നവും കൂടി വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഒരാൾ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പോ ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്തു AI വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ അഗേൻസ്റ്റ് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ആ ഒരു പ്രോബ്ലം ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ IT ഡിപ്പാർട്ട്മെന്റ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. ഈ AI വരുന്നതിന് മുന്നേയും സൈബർ ലോസ് ആക്ച്വലി സ്ട്രോങ്ങർ ആക്കണമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ആൾക്കാരുടെ ഡേറ്റ പ്രൈവസി സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഡേറ്റ ഒരാൾ എടുത്തിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അഗേൻസ്റ്റ് കൊടുക്കാനുള്ള ഒരു സൈബർ നിയമം സ്പെസിഫിക് ആയിട്ടില്ല. ആ ഒരു ഏരിയ ഐ തിങ്ക് ഒരു ചലഞ്ചിങ് ഏരിയ ആണ്. അതിന് പുതിയ ഒരു ലോ മേക്കിംഗ് പ്രോസസ് തന്നെ സ്റ്റാർട്ട് ചെയ്താലേ അത് നിങ്ങളുടെ ആ ഇടയിലൊക്കെ അത് ചർച്ചയാകുന്നുണ്ട്. എവിടെയാണ് ഇതിൻ്റെ ഒരു കടിഞ്ഞാണിടേണ്ടത്, അല്ലെങ്കിൽ ഈ ലോയെ കുറിച്ചൊക്കെ ആർക്കറിയാന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ ഈ ഡാറ്റ ചോരുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മൾ ആരാണ് ജെമിനി ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയ ആ ട്രെൻഡിലുള്ള സാരി സെഗ്മെന്റ് ഒക്കെ ചെയ്യാത്ത ആരാണുള്ളത്? എല്ലാവരും അവരവരുടെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു, സാരിയിൽ നമ്മുടെ നല്ല സുന്ദരമായ മുഖം വരുന്നു, ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എവിടെയും നമ്മൾ ആലോചിക്കുന്നില്ല, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നില്ലേ? അതെ, ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഒരു ഇത് വായിച്ചായിരുന്നു. അതായത് US എന്താണ്ട് ഒരു ക്രൈമിന് ഒരാളെ അറസ്റ്റ് ചെയ്തു ആൻഡ് ദേ വർ ലുക്കിംഗ് ഫോർ എവിഡൻസ്. അവര് പോയിട്ട് പുള്ളിയുടെ ChatGPT എടുത്തിട്ട് ചോദിച്ചു ഇയാളെ പറ്റി ആൻഡ് ഇറ്റ് ഗേവ് എവറിത്തിങ് അബൌട്ട് ഹിം. അതായത് പുള്ളി ആ ക്രൈം ചെയ്തെന്നുള്ള പ്രൂഫ് അവർ എടുത്തത് ChatGPT-യോട് ചോദിച്ചിട്ടാ. കാരണം പുള്ളി ഇത് ചെയ്യുന്നതിന് മുന്നേ ChatGPT-യിൽ ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൈവസി ഇഷ്യൂ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യവും പോയിട്ട് ഓരോ കുഞ്ഞു കാര്യത്തിന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോലും അറിയാതെ ഇപ്പം ടെൽ മീ എവറിത്തിങ് യു നോ അബൌട്ട് മൈസെൽഫ് എന്ന് നമ്മൾ ChatGPT-യിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അത് തിരിച്ചിങ്ങോട്ട് ഞെട്ടും അല്ലേ? ഞെട്ടും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ കുറച്ച് അമ്പരന്നു, ദൈവമേ, ഇത് ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഇതിങ്ങനെ വന്നത് എന്ന്. ഓൾമോസ്റ്റ് എവറിത്തിങ് നമ്മളെ പറ്റിയുള്ള കാര്യം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചിങ്ങോട്ട് പറയാൻ പറ്റും. ഇത് ഗൂഗിളിനെ ഡേഞ്ചറസ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇതിനതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് തിരിച്ചു പറയാനുള്ള AI കോഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഡേഞ്ചറസ് ആണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൊത്തം ഡേറ്റ അതിന്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും ഇത് കഴിയുമ്പോഴത്തേക്കിന് എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന് ChatGPT ചോദ്യം ചോദിക്കും അല്ലെ? എന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ അറിയാം ChatGPT എന്തൊക്കെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഗീതു, ഒപ്പം നമ്മൾ സംസാരിക്കേണ്ട പുതിയ തലമുറയെക്കുറിച്ചാണ്, ചെറിയ കുട്ടികളെ കുറിച്ചാണ്. നമ്മൾ ഈ സ്മാർട്ട് ഫോൺ കൊടുക്കുമ്പോൾ തൊട്ട് പേടിച്ച് ഭയന്നിരുന്ന കാര്യം ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഈ AI
ഒപ്പം ഇതെല്ലാം കുഞ്ഞുങ്ങൾ വലിയ കൗതുകത്തോടെയാണ് കാണുന്നത്. ഇതിൽ എന്താണ് ശരി, എന്താണ് സത്യം, എന്താണ് റിയൽ അല്ലാത്തത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് റിയാലിറ്റി അല്ല എന്നൊരു കുഞ്ഞിനെ നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? അതാണ് സിംഹം ഒരാളുടെ കൂടെ കളിക്കുന്നു, സിംഹം അതല്ല, കളിക്കുന്ന ജീവിയല്ല, നമ്മൾ ഉപദ്രവിക്കുക അല്ലെ, നമ്മുടെ കാർണിവോർ ആണെന്ന് നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? അല്ലെങ്കിൽ ഇതിനൊക്കെ ആരാണ് ഒരു കടിഞ്ഞാണിടേണ്ടത്? ഇതിന് താങ്കൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ AI ജനറേറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യമാണോ നൽകിയിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാമ്പത്തികം മുടക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ള അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണോ ഈ കാര്യങ്ങൾ നീങ്ങുന്നത്? അല്ലെ, എനിക്ക് ഒരു ഇവോൾവിംഗ് തലമുറയെ പറ്റി തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്മാർട്ട് ഫോൺ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ വരും തോറും നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത് കുറഞ്ഞു വരുവാന്ന് എനിക്ക് തോന്നിയത്. അത് കുഞ്ഞുകുട്ടികളുടെ കാര്യം മാത്രമല്ല. ഇപ്പം നേരത്തെ നമ്മൾ മോഹൻലാൽ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് വഴി അറിഞ്ഞുകൊടുക്കാൻ നമുക്ക് ചോദിച്ചു പോവാം എന്ന് പറയും. അതെ, അങ്ങനെ ഒരു സിനാരിയോ ഇപ്പൊ ഇല്ല. നമുക്ക് ഇപ്പൊ പോയി ഗൂഗിൾ മാപ്പ് ഇല്ലാതെ നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റാതെയായി. ഇപ്പം ഫോൺ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോകാനുള്ള കഴിവ് നമ്മുടെ അടുത്ത് നിന്ന് റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ ഇപ്പൊ പണ്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ എന്താ, ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആണ്. 15 മിനിറ്റോ 10 സെക്കൻഡോ പോലും ആൾക്കാർക്ക് ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനു മുന്നേ അടുത്ത സാധനത്തിലോട്ട് പോകാനുള്ള ഒരു കൈൻഡിലേക്ക് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് കുറെ ഓൾഡ് ആൾക്കാർ ഇരുന്ന് സംസാരിക്കുകയാണ്, നമുക്ക് എങ്ങനെ ഈ ജെൻസി ജനറേഷനെ കോൺകർ ചെയ്യാം എന്നുള്ളത്. അവർ പറയും നമുക്ക് കേഴ്സീവിൽ എഴുതാം, അവർക്ക് ഇത് വായിക്കാൻ അറിയത്തില്ല. എന്നിട്ട് നമുക്ക് ഫിസിക്കൽ മാപ്പിനകത്ത് ലൊക്കേഷൻ വരയ്ക്കാം, അപ്പൊ അവർക്ക് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ വരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഇപ്പം എനിക്ക് തന്നെ കുഞ്ഞിലെ ഉണ്ടായിരുന്ന കുറെ കഴിവുകൾ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ നമ്മൾ എത്ര പേർക്ക് ഇപ്പൊ ഒരു 5ഉം 2ഉം കൂടെ കൂട്ടണമെങ്കിൽ പോലും കാൽക്കുലേറ്റർ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയി. അല്ലെങ്കിൽ എന്താ പണ്ട് നമ്മൾ മനസ്സിൽ കൂട്ടുമായിരുന്നു, കാരണം വേറൊരു കാൽക്കുലേറ്റർ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട കുറെ നാച്ചുറൽ സ്കിൽസ് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്രോ അപ്പ് ചെയ്യുന്ന കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്കില്ലൊന്നും ജനറേറ്റ് ആവത്തില്ല. അത് ഒരു അത് മാത്രമോ, ഇപ്പം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് നേരെ എടുത്തിട്ട് ChatGPT-യിലാണ് ഇടുന്നത്. പ്രത്യേകിച്ച് വർക്കിംഗ് ആയിട്ടുള്ള അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ അവരും എളുപ്പത്തിന് ഇത് തന്നെ ചെയ്യും. ആ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് ChatGPT ചെയ്തു കൊടുക്കും. പിന്നെ ഇവർക്ക് പണിയൊന്നുമില്ല, എഴുതുക എന്നുള്ളതേ, പകർത്തി എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലും ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതിയാവും. അപ്പം അത്തരത്തിൽ മൊത്തത്തിലൊരു ഒരു നെഗറ്റീവ്, താങ്കൾ പറഞ്ഞതുപോലെ പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ഇതിനുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇത് എവിടെ ഇതിന് തടയിടാനാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ഈ ടെക് ലോകത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം അതായത് ഇപ്പൊ TCS റീസെന്റ് ഒരുപാട് ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്ന ഒരു ന്യൂസ് വന്നായിരുന്നു. അവരതിന് കാരണമായിട്ട് പറയുന്നത് AI ആൻഡ് ഓട്ടോമേഷൻ കൊണ്ട് ഈ ആൾക്കാർ റീപ്ലേസബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ലേ ഓഫ് ചെയ്യുന്നു എന്നാണ്. അപ്പം സർവീസ് ഇൻഡസ്ട്രിയിൽ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ നമുക്ക് AI ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം കോഡിംഗ് ആണ്. കോഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ കോഡിംഗ് ജനറേറ്റ് ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, നമുക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോഡ് അത് ജനറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പം ഇപ്പൊ എന്താ പറ്റുക, ശരിക്കും AI ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പല സ്ഥലത്തുനിന്ന് കോഡ് ജനറേറ്റ് ചെയ്തിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അത് പോകെ ഇപ്പം ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ഐ വോണ്ട് ടു മേക്ക് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആസ് എ ഹോൾ, ഗിവ് മീ ദ ഫുൾ കോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫയൽ ജനറേറ്റ് ആയി വരുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സർവീസ് കമ്പനി എല്ലാം പൂട്ടിപ്പോകും ഉറപ്പായിട്ടും. അങ്ങനെ ഒരു ത്രെറ്റ് ഇതിനകത്തുണ്ട്. ഞാൻ കാണുന്ന 2 രീതിയിലാണ്. ഒന്ന്, AI വരുന്നത് കാരണം ഇപ്പം മനുഷ്യനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പ്രോഗ്രാമാറ്റിക്കലി സിസ്റ്റത്തിന് പറ്റും. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടെക്നോളജി ആവട്ടെ, ഇപ്പൊ സ്പേസ് റിസർച്ച് ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡേറ്റ അനലിറ്റിക്സ് ആവട്ടെ, ഒരു മനുഷ്യനെ കാട്ടിയും പ്രോസസിങ് പവർ അതിനുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യാനും അതായത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്തുള്ള ഹ്യൂമൻ റെലവൻസ് കുറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഹ്യൂമൻ ബ്രെയിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, മറ്റതിന് ആ ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ കൂടുതൽ CPU അല്ലെങ്കിൽ GPU ആഡ് ചെയ്യൂ, അത് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യും. അപ്പൊ അത് കാരണം നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു റെലവൻസ് പോകെ കുറയുമോ എന്നുള്ള. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാർ വന്ന പിന്നെ ഡ്രൈവേഴ്സിന് എവിടെയാണ് ജോലി? അതുപോലെ ഇപ്പം കോഡിംഗ് എല്ലാം ഓട്ടോമേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമേഴ്സ് എന്തിനാ? അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു റെലവൻസ്, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ലൈഫിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരുന്നതിന്റെ ഒരു റിസ്ക് ഇതിനകത്തുണ്ട്. പക്ഷെ ദി അതർ സൈഡ് ഇസ് നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്നതിനെക്കാട്ടും ഫാസ്റ്റർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും.
നമ്മുടെ പോസിറ്റീവ് സൈഡ് കൂടി നമ്മൾ സംസാരിക്കണമല്ലോ. ഏറ്റവും പോസിറ്റീവായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത് ഈ AI ആണെങ്കിൽ പോലും ഈ സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞ് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും, ഏത് രീതിയിലാണ് നമുക്കിതിനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു എന്താ പറ്റുക, ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കേടായി എന്ന് വെച്ചോളൂ. എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്യൂസ് പോയി, അത് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ സാധാരണ ഫ്യൂസിന്റെ മറ്റേ ആ കമ്പി പൊട്ടിപ്പോയി. യൂഷ്വലി ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇലക്ട്രീഷ്യനെ വിളിക്കും, അയാൾക്ക് ഇപ്പൊ നമ്മൾ ഒരു 1000 രൂപ കൊടുക്കും. ഇപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യമാണെന്ന് നോക്കിയിട്ട്, അല്ലെ ഇപ്പൊ നമുക്ക് ഗ്യാസിന്റെ സ്വിച്ച് എങ്ങനെ ഓൺ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, ഇതിനൊരു ഫോട്ടോ എടുത്ത് ChatGPT ഇട്ട് വാട്ട് ഷുഡ് ഐ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു ദ കറക്റ്റ് റിപ്ലൈ. അതിനുവേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അത് 2 ദിവസമായിട്ട് കുറച്ച് വാടിയാ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറ്റിയത് എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് ChatGPT ഇട്ടപ്പോ ഇൻക്ലൂഡിങ് ആ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം വന്നു. ദിസ് പ്ലാന്റ്, ദിസ് കുഡ് ബി പ്രോബബ്ലി ബിക്കോസ് നിങ്ങൾ ഇത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കരിഞ്ഞു പോയത് എന്ന്. അതുപോലെ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരുപാട് സിനാരിയോസിന് നമുക്ക് വേറൊരാളുടെ സഹായം തേടാതെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ AI സ്മാർട്ടായിട്ട് ഉപയോഗിച്ചാൽ പറ്റും. അപ്പോൾ നമുക്ക് പോരായ്മ കൂടി സംസാരിക്കണം. നമ്മൾ ദൂഷ്യവശങ്ങളെ കുറിച്ചും പോസിറ്റീവും പറയുമ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ വേണം, ലാലേട്ടൻ എൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ തരാമോ എന്ന് ChatGPT ചോദിക്കുന്നു. അപ്പോൾ ChatGPT വേറെ ഏതോ ഒരാളുടെ ഫോട്ടോ നമുക്കൊപ്പം തരുന്നു. അപ്പോൾ ഇതാണോ ChatGPT ചോദിക്കുന്നു, നിങ്ങൾക്ക് മോഹൻലാലിനെ അറിയില്ല? യെസ്, എനിക്കറിയാം, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ മോഹൻലാൽ കറക്റ്റാണ്, പക്ഷെ നമ്മുടെ തന്ന മോഹൻലാൽ വേറെ, നമുക്കൊപ്പം തന്ന ആൾ വേറെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ ChatGPT എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ പോലെ അല്ല എന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങളും കൂടി ഉണ്ടല്ലേ. അത് വളരെ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ പാളും എന്നുള്ളത് കൂടിയല്ല, അല്ലെങ്കിൽ ഒരു റീചെക്ക് വേണം എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത്? അതെ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് മിസ്റ്റേക്സ് ഒരുപാട് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴായിരിക്കും അത് മിസ്റ്റേക്ക് ആണ് എന്ന് അറിയുന്നത്. അതിനകത്ത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ ഡയറക്ട്ലി ആ ഔട്ട്പുട്ട് ആസ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഈവൻ മാത്സ് പ്രോബ്ലം ഇപ്പൊ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റ് ആൻസേഴ്സ് വരാം. അത് ഡിപ്പെൻസ്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഒതന്റിക് ഔട്ട്പുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതിനകത്ത് നമ്മൾ നമ്മുടെ ബുദ്ധി തന്നെ ഉപയോഗിക്കണം. ഇതിന്റെ നെഗറ്റീവ് സൈഡാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇവോൾവ് ആയി വരുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ മറ്റേ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ ഹ്യൂജ് ആയി മാറും. ആ ഒരു റിസ്ക് ഇതിന് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ഇപ്പൊ റീസെന്റ് വേറെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. അതായത് വായിച്ചിട്ടുണ്ടാവും, അതായത് ഒരു കുട്ടി US സൂസൈഡ് ചെയ്തു. അതെ, സൂസൈഡ് ചെയ്യാനായിട്ട് അതിനെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ChatGPT ആണ്. അതെ, നീ മരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു മറുപടി കൊടുത്തു. അതെ, ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹൗ ടു ഹാക്ക് എ വെബ്സൈറ്റ് എന്ന് നമ്മൾ ChatGPT എടുത്ത് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇല്ലീഗൽ എന്ന് വരും. പക്ഷെ നമ്മൾ പോയിട്ട് ഹൗ ക്യാൻ ഐ നോട്ട് ഹാക്ക് എ വെബ്സൈറ്റ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ശരിക്കുള്ള ആൻസർ അത് തിരിച്ചു പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ ഈ സാധനം തലതിരിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ട് തലതിരിച്ച് ചോദിച്ചാൽ അതിന്റെ ആൻസർ പറഞ്ഞു തരും. അതായത് നമ്മൾ പറയുന്ന ചിന്തിക്കാനുള്ള കഴിവില്ല, നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഷുഡ് ഐ ഡൈ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ സേ ഇല്ല അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറയും. ഹൗ ക്യാൻ ഐ നോട്ട് ഡൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസറും തരും, അതിന് ആൻസർ പറയും. ക്രൈമില് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് വരുമെന്ന് തോന്നുന്നല്ലേ വരും നാളുകളിൽ നമ്മൾ ഒരുപാട് പേടിക്കേണ്ട. അതെ, അതല്ല, കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലം, കാരണം ഇത് ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നതിനെ പറ്റി ഒരു ക്ലിയർ ധാരണ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇപ്പോഴും അറിയില്ല, അത് തന്നെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പൊ അത് ഐ തിങ്ക് ആസ് എ പേരൻസും അവെയർ ആയിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം ഇതിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത്. ഈ AI നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ പാഠ്യഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്, ഒരു സബ്ജക്റ്റായിട്ട് തന്നെ AI വരുന്നുണ്ട്, ഒരുപാട് പ്രോജക്ട്സ് അവർക്ക് വേണ്ടി വരുന്നുണ്ട്. അവർക്ക് നമ്മളിങ്ങനെ ഇതിലേക്ക് വരാൻ ഒരുപാട് ഊർജം കൊടുക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഇതിൻ്റെ ഈ നെഗറ്റീവൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുതിയ തലമുറ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു മേഖല കൂടിയായി മാറുന്നില്ലേ AI?
ഇപ്പം നമുക്കിപ്പോ എന്തൊരു കാര്യം നമുക്ക് പഠിക്കണമെങ്കിലും ഇറ്റ് ഹാസ് ബിക്കം സോ ഈസി. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോഡ് ചെയ്യാൻ പഠിച്ചത് പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്തിട്ട് ബുക്ക് വായിച്ചിട്ട് ഈ സാധനം ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരുടെ ചോദിക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ല് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ പാട്ട് പഠിക്കണം എന്ന് വെച്ചോളൂ, എന്നാലും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആക്സസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിഗർ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും അത്ര സേഫ് അല്ല നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഡാറ്റ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം. പക്ഷെ അതിൻ്റെ ഒരു ഭീകരത അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റണം. അത് പറ്റുന്നത് വരെ ഇരിക്കരുത്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്നെ പറ്റി എന്തൊക്കെ അറിയാം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഷോ കാണുന്നവരെല്ലാവരും ഒന്ന് ചോദിക്കേണ്ടതാണ്, ചാറ്റ് ജിപിടിയോട് എന്നെ കുറിച്ച് എന്തറിയാം എന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഞെട്ടും എന്നാണ് ഗീതു പറയുന്നത്. എന്തായാലും ബോധവൽക്കരണം പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം എടുത്തത്. കാരണം എന്ത് വിശ്വസിക്കണമെന്ന് അറിയാത്തൊരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജാഗ്രതയായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഗീതു, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.